സുപ്രീം കോടതിയുടെ മൊബൈൽ ഇ-സേവാ കേന്ദ്ര കട്ടപ്പനയിലെത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. മൊബൈൽ ഇ-സേവാ കേന്ദ്ര എന്നത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ കമ്മിറ്റി സ്പോൺസർ ചെയ്ത ഒരു പദ്ധതിയാണ്. സാധാരണ ജനങ്ങൾക്ക് കോടതി ചുറ്റുപാടുകളിൽ നേരിടുന്ന സമയനഷ്ടവും ചിലവും കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ യൂണിറ്റ് ഒരു മൊബൈൽ ഓഫീസായി പ്രവർത്തിക്കുന്നു. കോടതി സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സജ്ജീകരിച്ച വാഹനമാണിത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് സേവനം ലഭ്യമായത്. കട്ടപ്പന നഗരസഭാ ഗ്രൗണ്ടിലെത്തിയ വാഹനം കാണുവാൻ നിരവധി പേരാണെത്തിയത്. ആദ്യഘട്ടമായി പെറ്റി കേസുകളാണ് പരിഗണിച്ചത്. വാഹനത്തിൽ ഡ്രൈവറും ഒരു ടെക്നിക്കൽ സ്റ്റാഫുമാണുള്ളത്. അതാത് കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരാണ് പരാതികൾ പരിഗണിക്കുന്നത്. ഇതിനുള്ളിൽ കമ്പ്യൂട്ടറുകൾ, സ്കാനറുകൾ, പ്രിന്ററുകൾ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, AC, CCTV തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കോർട്ട് പ്രക്രിയകൾ, ഹിയറിംഗുകൾ, ഡോക്യുമെന്റ് ഫയലിംഗുകൾ എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങളും പിന്തുണയും ഇ-സേവാ കേന്ദ്രം നൽകും. നഗര ഗ്രാമമേഖലകളിൽ ആളുകൾക്ക് എളുപ്പത്തിൽ അനുസൃതമായ സമയങ്ങളിൽ സേവനം ലഭ്യമാക്കുക എന്നതാണ് മൊബൈൽ ഇ-സേവാ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.